നമുക്കിന്നൊരു കേസരി ഉണ്ടാക്കാം. മുമ്പ് ഞാൻ റവ കേസരി ഉണ്ടാക്കിയിരുന്നു. അത് കുറേ നാളായി. അപ്പോൾ എനിക്ക് റവ കേസരിക്കാളും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള സേമിയ കേസരിയാണ്. പണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് സേമിയ കേസരി നല്ല ടേസ്റ്റാണെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഒരിക്കലും എങ്ങാണ്ട് അമ്മ അവിടെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അളവും ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായി പോയി. രണ്ടാമത്തെ പ്രാവശ്യവും പ്രശ്നം വന്നു. കാരണം നമ്മൾ റവ കേസരി ഉണ്ടാക്കും പോലെ സേമിയ കേസരി ഉണ്ടാക്കിയാൽ ശരിയാവില്ല. കാരണം റവ അധികം വേവില്ല. നമ്മൾ ഒന്ന് വെള്ളമൊഴിച്ച് തിളച്ചൊന്ന് പെട്ടെന്നങ്ങ് വറ്റും. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടും. ഇതങ്ങനെയല്ല, നന്നായിട്ട് സേമിയ വേവണം. നന്നായിട്ട് സേമിയ വെന്തിട്ടേ നമ്മൾ പഞ്ചസാര ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ അതങ്ങ് കല്ലിച്ച് പോയിട്ട് നമുക്ക് കഴിക്കാനേ പറ്റില്ല, കട്ടിയായി പോകും. പിന്നെ വേറൊരു കാര്യം, പഞ്ചസാരയുടെ അളവ്. റവ കേസരിയുടെ അളവല്ല ഇതിന്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് എനിക്ക് കുക്കിങ് തീരെ അറിഞ്ഞുകൂടാത്ത സമയമായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം ഫ്ലോപ്പ് ആയതുകൊണ്ട് കുറേ നാൾ ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ റവയേക്കാളും ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്, കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെടും. ഞാനിവിടെ ഇതിപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി മധുരം അതിന് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.25 കപ്പ് വരെ ചേർക്കാം. ഇത് 1.5 കപ്പ് സേമിയ. ഇത് ഡബിൾ വോയിസിൻ്റെ സേമിയാണ്. എനിക്ക് ബാമ്പിനോ കിട്ടിയില്ല. എനിക്ക് ബാമ്പിനോടെ ഒരു ടിന്ന് പോലത്തെ ചെറിയ സേമിയ വാങ്ങാൻ കഴിയും. ടിന്നിലായിട്ട്, പൊക്കമുള്ള ടിന്നിലായിട്ട് ചെറിയ സേമിയ വാങ്ങി. ഇതേ ഷേപ്പ് തന്നെ, ഇതേപോലെ തന്നെ. പക്ഷേ കുറച്ചുകൂടി എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം എനിക്ക് ബാമ്പിനോടേതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം അത് കിട്ടിയില്ല. അപ്പോൾ ഇത് 1.5 കപ്പുണ്ട്. ഇത് 1 കപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. പിന്നെ നെയ്യ്, ഈ ഡാർക്ക് കളർ നോക്കിയിട്ട് പേടിക്കണ്ട. ഇത് ഞാൻ ബട്ടർ ഉരുക്കിയെടുത്തതാണ്. എൻ്റെ ഫ്രിഡ്ജ് കേടായപ്പോൾ ഞാൻ ബട്ടർ എല്ലാം കൂടി ഉരുക്കി എടുത്തതാണ്. അതിന് പക്ഷേ പ്രത്യേകമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. നമ്മൾ വീട്ടിൽ ഉരുക്കിയ നെയ്യ് വെച്ചിട്ട് കേസരിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ലൊരു മണം വരും. പിന്നെ കളറ് നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇത് ഞാൻ റെഡാണ് ചേർക്കാൻ പോണത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മഞ്ഞയോ ഏതെങ്കിലും ഇഷ്ടത്തിനുള്ളത് ചേർക്കാം. ഇത് ഞാൻ കേക്കിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ വെളിയിൽ പോയ സമയത്ത് കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് കേസരി കളർ ചേർക്കാം. പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാവരും ചേർക്കും. പക്ഷേ കിസ്മിസ് എനിക്കിവിടെ അത്ര എനിക്കിഷ്ടമല്ല, മോനും ഇഷ്ടമല്ല. ഞാനും മോനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബദാമും ഇതും കാഷ്യൂം ഇടാമെന്ന് വിചാരിച്ചു. കുറച്ചേ ഞാൻ ഇടുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചേർക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നതാണ് നല്ലത്. അപ്പോൾ ഒത്തിരി വലുതായിട്ട് കിടന്നാലും നമ്മൾ കേസരി കട്ട് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ആദ്യം 1 സ്പൂൺ ഞാൻ ചേർത്തു. ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്ത് നട്ട്സാണോ കയ്യിലുള്ളത് അത് ചേർത്താൽ മതി. ഇപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം ഉണ്ടാകുന്ന ചിലപ്പോൾ കാഷ്യൂവും ഒന്നും നമുക്ക് കയ്യിലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കപ്പലണ്ടി ചേർക്കാം. കപ്പലണ്ടി കയ്യിലുണ്ടെങ്കിൽ അത് പച്ച കപ്പലണ്ടി വാങ്ങി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനെ അത്യാവശ്യത്തിന് ഉപ്പുമാവിലും ഇങ്ങനെയൊക്കെ ചേർക്കാൻ പറ്റും. ഇതേ നെയ്യിൽ തന്നെ നമ്മൾ സേമിയ വറുക്കണം. സേമിയ പണ്ടത്തെ സേമിയ ആണെങ്കിൽ വറുക്കാത്തതാണ്. ഇപ്പോൾ മിക്കവാറും റോസ്റ്റ് ചെയ്ത സേമിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അത് ഒത്തിരി വറുക്കേണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്താൽ മതി ചെറിയ തീയിൽ. വെള്ളം ആ സമയം നമ്മൾ സൈഡിൽ തിളയ്ക്കാൻ വെച്ചിരിക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് ചേർക്കാൻ പറ്റൂ. അപ്പോൾ ആ 4 കപ്പ് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിരുന്നു. പിന്നെ സേമിയയുടെ വേവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ആദ്യം പകുതി ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് കുറച്ച് പീസ് അരിഞ്ഞ് തിളയ്ക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല ഇതേ കളർ തന്നെ കിട്ടിക്കോളും. അതുകൊണ്ട് കളറില്ലാന്ന് വെച്ച് വിഷമിക്കേണ്ട. അപ്പോൾ ഏകദേശം ഫുൾ വെള്ളം എനിക്കിത് ചേർത്തപ്പോഴാണ് സേമിയ ഫുൾ വെന്ത് കിട്ടിയത്. നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നന്നായിട്ട് പ്രസ് ചെയ്ത് കിട്ടുന്നെങ്കിൽ അത് വെന്തിട്ടേ നമ്മൾ ഇത് ഷുഗർ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കട്ടിയായി പോവും. എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അബദ്ധം പറ്റിയത് പെട്ടെന്ന് നമ്മളങ്ങ് ചേർത്ത് പോവും, ഓർക്കാണ്ട് അത് ചേർക്കരുത്. പിന്നെ അത് നമുക്ക് ചവയ്ക്കാൻ കൂടി ഒരു ബുദ്ധിമുട്ട് വരും, കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടേ പഞ്ചസാര ചേർക്കാവുള്ളൂ. ഞാനിപ്പോൾ 1 കപ്പും 2 സ്പൂണും കൂടെ ചേർത്തു. നിങ്ങളൊരു 1.25 കപ്പ് വരെ ചേർത്താൽ നല്ല മധുരം കിട്ടും. ഇതൊരു മീഡിയം മധുരമേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്ന് ലൂസാവും, അപ്പോൾ പേടിക്കേണ്ട, അത് പിന്നെ കട്ടിയായി വന്നോളും. അപ്പോൾ നന്നായിട്ട് അത് സൈഡിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നെയ്യ് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം. മൊത്തം ഒരു 3-4 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തു. അപ്പോൾ ഇത് ഇടയ്ക്കും പിന്നെ ലാസ്റ്റ് നമ്മൾ 1 സ്പൂൺ ചേർക്കണം. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് നെയ്യ് ചേർത്താൽ മതി.
അപ്പോൾ ഇത് നന്നായിട്ട് സൈഡിൽ നിന്ന് വിട്ടിരുമ്പോൾ നമ്മൾ ഏലക്കാപ്പൊടിയും നമ്മൾ വറുത്ത് വെച്ച നട്ട്സും എല്ലാം ചേർത്ത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണേ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുന്ന പാകമാണ്. ഇതിന് മുമ്പ് നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കണമെങ്കിൽ ഇതിന് മുന്നേ എടുക്കണം. അപ്പോൾ നമ്മുടെ സേമിയ കേസരി റെഡിയായി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ വെറുതെ പറയുകയല്ല, വളരെ ഈസിയാണ്. റവ കേസരി പോലെ നമ്മൾ പേടിച്ച് പോകണ്ട, അതങ്ങ് ലൂസായി പോകുന്നു അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ട് വരുന്ന ഒരു കേസരിയാണ്. നമുക്കിപ്പോൾ ലൂസായാലും നമുക്കത് കോരി കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ്സ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.